Zohar hiking. Okay, okay. This one I get it like a baby, and then I prepare it to the show, and then I get the first time I get champion 2017. 2017 അദ്ദേഹത്തിന് ചാമ്പ്യൻ കിട്ടിയ ഫസ്റ്റ് ബേർഡാണ് സോഹരാജ് എന്ന് പറഞ്ഞ ബ്രീഡറാണ്. നമുക്ക് ഈവൻ ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻ്റർനാഷണൽ പീജിയൻ ജഡ്ജും ഒരു ബേർഡ് ഫാൻസറുമായ സെയ്ഫ് ഷൽഖാൻ അൽ മാമരുടെ ലോഫ്റ്റ് നമ്മൾ കാണിച്ചിരുന്നു. ഒമാൻ സ്വദേശിയായ സെയ്ഫിൻ്റെ ലോഫ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിരുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. കൂടാതെ തന്നെ വരും ആഴ്ചകളിൽ ഒമാനിൽ നടക്കുന്ന പ്രാവ് ലേലം, പിന്നെ നല്ല ഇൻ്റർനാഷണൽ ജഡ്ജസും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ലോഫ്റ്റുകളുമാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പെറ്റ് ഫാക്ടറി ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളതിൽ ഫോളോ ചെയ്യുക. കാരണം നമുക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഏകദേശം 20,000 സബ്സ്ക്രൈബേഴ്സ് വരെ എത്താൻ പോകുന്ന സമയമാണിത്. അപ്പോൾ നല്ല അടിപൊളി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് കൂടുതൽ നമ്മൾ ഇൻസ്റ്റയിലായിരിക്കും കൊടുക്കുന്നത്. സോ കീപ് ഫോളോയിങ്. നമ്മളെ സമയം കളയാതെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം, സെയ്ഫിൻ്റെ ലോഫ്റ്റിലേക്ക്. ആൻഡലൂഷൻ മെയിലും ഫീമെയിൽ ബ്ലാക്കും. ഇത് ബൊക്കാറയാണ്. എല്ലാം റോസറ്റൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. ബൊക്കാറ ട്രംപറ്റസ്. ഇത് ബൊക്കാറോടെ ചിക്സിനെയൊക്കെ ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. You have your own ring, right? Yes. Your loft ring. No, the club ring. Club ring. Okay. Yes. Which club is Oman? Oman Bukhara. Oman Bukhara clubന്റെ റിംഗ് ഉള്ള ബേർഡ്സ് ആണ്. ലോങ് ഫേസ് ഇവിടെ ഉണ്ട്. എവിടെ നോക്കിയാലും ലോങ് ഫേസ് ഉണ്ട് ഇഷ്ടം പോലെ. ബ്ലൂ ഗ്രിസിൽ. ബ്ലൂ ഗ്രിസിൽ ബേർഡ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ കളേഴ്സും അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത പോലെ നമ്മുടെ പോലെ ബേർഡ്സിൻ്റെ എണ്ണം കൂടുതലുള്ളതിലല്ല, ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതിലാണ്. ഒരു ബേർഡിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അതിൻ്റെ മാക്സിമം ക്വാളിറ്റി എന്താണെന്നുള്ള രീതിയിൽ എത്തിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ദിസ് മെയിൽ ബേർഡ്, റൈറ്റ്? Yes. Here we have ലോങ് ഫേസ് മഫ് ടൈപ്പാണ്. ബീക്കാണ് അതിൻ്റെ. നമ്മുടെ എന്ത് ക്വാളിറ്റിയാണെന്ന് നോക്കിയത്. മഫുള്ള ടൈപ്പാണ്. ബ്ലൂ ബാർ ഉണ്ട്. റെഡ്. Also have some nice red recessive red birds also there, right? Chicks are there. Yeah. I think these are the parents, right? Yes. അതാണ് ഇരിക്കുന്നതാണോ റെഡ്. നല്ല റെഡാണ്. ഇതാണ് ശരിക്കും നല്ല recessive red. നല്ല റെഡ്. അതാ ശരിക്കും നല്ല റെഡ് കളർ ബേർഡ്. ജാക്കബിൻസ് ഉണ്ട്, പോട്ടേഴ്സ്. Okay. It's breeding by Zohar hiking. Zoharaji's bird, huh? Yes, I start pigeon, long face. I get some pigeon from Zohar hiking. Okay, okay. This one I get it like a baby, and then I prepare it to the show, and then I get the first time I get champion 2017. 2017 അദ്ദേഹത്തിന് ചാമ്പ്യൻ കിട്ടിയ ഫസ്റ്റ് ബേർഡാണ്. സോഹരാജ് എന്ന് പറഞ്ഞ ബ്രീഡറാണ്. നമുക്ക് ഈവൻ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ അദ്ദേഹത്തെ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചിക്കായിട്ട് എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചിക്കായിട്ട് എടുത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ബേർഡ്സാണ്. ഇത് 2017 ചാമ്പ്യനായി. പക്ഷേ എല്ലാം ടോപ്പ് ക്വാളിറ്റി. അതൊരു ബ്രീഡിൽ ഏറ്റവും ബെസ്റ്റ് ബ്രീഡ് കഴിഞ്ഞു. അടുത്ത ലോഫ്റ്റ് ഇവിടെ എല്ലാം മൂടി വെച്ചേക്കുന്നത് കാറ്റ് കണ്ടമാനം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചാക്കുകൊണ്ട് ഇവിടെ മൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ഫാൻ ടെയിൽസ്. അതിവിടെ ആൽമണ്ട് ഫാൻ ടെയിൽ സാഡിലിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. saddle.
This is one you are making saddle for almonds, right? Yes. ആൽമണ്ടിൽ സാഡിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്തെ ഒരു ചിക്കാണിത്. How old is this one? Still 1 year. 1 year. ഒരു This is വയസ്സായിട്ട്. breeding from last year. Okay. And I have the other one also. അതിൽ നിന്ന് ഇറങ്ങിയ വേറൊരു കുട്ടിയും കൂടെ ഉണ്ട് ഇവിടെ. സാഡിൽ ആൽമണ്ട് ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. I think there is no saddle almond as of now, right? Maybe I don't see. I didn't see also, yeah. അതേ പ്രൊജക്റ്റാണ്, അത് ഡെവലപ്പ് ചെയ്തെടുത്തോണ്ടിരിക്കുന്നത്. അത്യാവശ്യമൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. വേറെ ടൈപ്പ് ഫാൻറ്റെയിൽസും എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ കാണിച്ചു തരാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പൗട്ടേഴ്സ്, ഫാൻറ്റെയിൽസ് ഒക്കെ ഇവിടെയുണ്ട്. കൂടാതെ ഒരു സിസ്റ്റമാണ് അത്. നമ്മളിവിടെ ഈ സെൻറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലും ഉണ്ട്. ഇത് ഇംഗ്ലീഷ് ഫാൻറ്റെയിൽ മാത്രമാണ് ഇവിടെ കിടക്കുന്നത്. Still baby. Molting. ചിക്സ് ആണ് കേട്ടോ. Kite color. കൈറ്റ് ആണ്. Yes. Now it's molting. Still. ഓക്കെ. 4 to 3. മോൾട്ടിങ് സ്റ്റേജ് ആണിത്. Yes. Later on we'll make one. Okay. And you know how to make it to the show. Yeah, layering, right? Layering or lacing, you say? Yeah, lacing, yeah. അത് ഷോയ്ക്ക് കൊണ്ടുവന്നതിന് മുന്നേ നമ്മൾ ടൈൽസൊക്കെ അറേഞ്ച് ചെയ്യുന്ന രീതിയാണത് പ്രോപ്പറായിട്ട്. വൺ ഓൺ ടോപ്പ് ഓഫ് അതർ വൺ, റൈറ്റ്? ലൈക്ക് ഏത് ബോർഡാണെങ്കിലും നമ്മളിത് അറേഞ്ച് ചെയ്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് ഇരിക്കുകയുള്ളൂ. ഷോയ്ക്ക് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്തതിനെ നിർത്തുന്നതാണ്. ഇന്നത്തെ ഫുള്ള് കിടക്കുന്ന ഇംഗ്ലീഷ് ഫാൻറ്റെയിൽസ് ആണ്. ഓൾ ദീസ് ആർ ചിക്സ്? 20 no mixed is there. And then we start from here, from the center. Yes. Okay. അത് ചെയ്യുന്ന രീതിയാണിത് കേട്ടോ. അത് ഷോയ്ക്ക് പോകുന്നവരും ഷോയ്ക്ക് ബേർഡ്സിനെ കൊണ്ടുവന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. എങ്കിലും അത് കറക്റ്റ് ലെയറായിട്ട് 2 ലെയറിൽ പ്രോപ്പറായിട്ട് ഇരിക്കത്തുള്ളൂ. ഇത് ലേസ് ചെയ്ത് ഫെദേഴ്സൊക്കെ ക്വാളിറ്റിയൊക്കെ പ്രോപ്പറാക്കി ആണ് നമ്മൾ ബേർഡ്സിനെ ഷോയ്ക്ക് കൊണ്ടുവന്നത്. ഇപ്പം നമുക്ക് കാണാല പ്രോപ്പറായിട്ട്. വെരി നൈസ്. Still baby and ഇത് ചിക്കാണ്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ ഫുൾ മോൾട്ടിങ് എല്ലാം കഴിഞ്ഞ് ബേർഡ് റെഡി ആയി നിൽക്കുന്ന സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവനായിട്ടുള്ള ഭംഗി നമുക്ക് അന്നേരം ആസ്വദിക്കാൻ പറ്റുള്ളൂ. But I hope you will come next time. Yes, sure. Yeah. അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ചേഞ്ചസ് വരുന്നുണ്ട് ലോഫ്റ്റിൽ 2-3 മാസത്തിന് ശേഷം. You are here in Oman. You are welcome anytime. Yeah, definitely. When you miss your pigeon, come here. This is all your pigeon. അതാണ് അവരുടെ ഒരു സ്പിരിറ്റ്. നമ്മുടെ ബേർഡ്സിനെ എപ്പോൾ വേണേലും ഏത് സമയത്ത് വേണേലും വന്നോ എപ്പോഴും നമ്മുടെ ബേർഡ്സിനെ പോലെ തന്നെ കണ്ടു എന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഉള്ള ആളുകളുടെ ഒരു പ്രത്യേകത. അത് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ ടേല് ഹോൾഡ് ചെയ്യുന്നത്. ഫാൻറ്റെയിലിലെ ആൽമണ്ട്, ഇതാണ് ആൽമണ്ട് പെയർ. യു ആർ ബ്രീഡിങ് ആൽമണ്ട് വിത്ത് സാഡിൽ ഫോർ ദാറ്റ് പ്രൊജക്ട്, റൈറ്റ്? Also the one he get out of saddle, the cock. ഓക്കെ. ആ മെയിൽ ബേർഡും സാഡിൽ നിന്ന് തന്നെ കിട്ടിയേക്കുന്നതാണ്. അതിൻ്റെ ടെയിൽസൊക്കെ ട്രിം ചെയ്തിരിക്കുകയാണ്. ക്വാളിറ്റി വൈസ് I surprise you again.
This one also breeding by Zohar Haji. This one? Yes. Oh. He gave me to make challenge to, Okay. to make this. ദിസ് പ്രോജക്റ്റ് ഇതും സുഹരാജിയുടെ ബേർഡാണ്. നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ സുഹരാജിയുടെ ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന വിലയിൽ 2 ഇരട്ടി കൊടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് നല്ല റേറ്റിൽ കിട്ടും, പക്ഷേ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. ക്വാളിറ്റി ബേർഡ്സാണ്, ക്വാളിറ്റി. അതിൻ്റെ കളറ് നമ്മളെപ്പോഴും ആൽമണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കളേഴ്സ് ആൽമണ്ടിൽ കയറി വരണം. ഇതിൽ നിന്ന് ബ്രീഡ് ചെയ്ത 2 കുട്ടികളാണ് സാഡിൽ നമ്മളവിടെ കണ്ടത്. അതേ ആദ്യം നമ്മളെ കാണിച്ചു തന്നില്ലേ. ഇവിടെ ഇംഗ്ലീഷ്, there are also English Fantail chicks. Yes. And also I have one mosaic English Fantail. Mosaic is which? This one. English Fantail. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം പറഞ്ഞു നടക്കുന്നതാണെന്നുണ്ടോ. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ് വൺ? In Arabic we call it qata. കഥ. Yes. ഇന്നത്തെ കുറച്ച് അങ്ങനെ സാധനങ്ങളുണ്ട്. Just wait. Stop the video. ഇത് ഇംഗ്ലീഷ് ഫാൻഡൽ മൊസൈക്ക് ആണ് കേട്ടോ. ഈ കളേഴ്സ് ഇവിടെ റെയറായിട്ട് കാണുന്ന കുറച്ച് കളേഴ്സാണ്. ദിസ് ഓൾസോ യങ് ബേർഡ്? Yes, young. We have red and black. Red and black. Still young. 2021. ഇത് 2021 ബേർഡാണ്. സോ ഹോപ്പ് ദിസ് വിൽ റീച്ച് മോർ കളേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ ആഫ്റ്റർ മോൾഡിങ് ആൻഡ് ഓൾ. Maybe it's coming more, maybe not. Mm-hmm. The almond they change the color. Yeah. The mosaic sometimes. Not much. Okay. And you have some pouters Yes. and short face. Yeah, that helmet. Short face helmet. Helmet short face. I have also this breed from German. These birds are from Germany? Yes. That's my breed here. Okay. I get the pair from Germany. Okay. From Michael. Which powder is this? They call it Steiger. Okay. You take a video. ഇത് നോർവിഷ് പൗഡറാണ്. ഇവരൊരു വെൽക്കമിങ് ഭയങ്കരമാണ് കേട്ടോ. നമ്മുടെ റെസ്പോൺസ് ഒരു പരിചയമില്ലാത്ത നമ്മളെ ഏത് സമയത്തും വേണമെങ്കിൽ വന്നു, ഇതെല്ലാം നമ്മുടെ ബേർഡ്സാണ്, ബേർഡ്സിനെ പോലെ കണ്ടു എന്ന് പറയാനൊക്കെ ഉള്ളൊരു മനസ്സ് ഭയങ്കര വെൽക്കമിങ് ആണ് കേട്ടോ. ഇത്രയും ബേർഡ്സിൽ എന്താ പറയുക, ഒരു ബ്രീഡിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി, ഒരു പർട്ടിക്കുലർ ബ്രീഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ബെസ്റ്റ് ക്വാളിറ്റി ബേർഡ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഷോർട്ട് ഫേസ് ഹെൽമെറ്റൊക്കെ ഉണ്ട്, പൗഡറുണ്ട്, നമ്മുടെ പൊമേറിയൻ പൗഡർ. ഇവിടെ അതുപോലെ പൊമേറിയൻ പൗഡർ, അത് നോവിച്ച് അല്ലേ? ഓക്കെ. നോർവിച്ച് പൗട്ടേഴ്സാണ് കൂടുതലും കാണുന്നത്. ഇവിടെ കുറച്ച് ആളുകൾ തല പുറത്തേക്ക് ഇട്ടിരിക്കുന്നുണ്ട് ഇവിടെ. Adding brown. ബ്രൗൺ? Yes, the brown chick. ഇതാണ് ബ്രൗൺ കളർ കേട്ടോ നമ്മൾ പറഞ്ഞത്. ഇത് ഫ്രണ്ട്ലി ആണല്ലോ, വെരി ഫ്രണ്ട്ലിയാ. ഇത് നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ആവേശമായി. ജാക്കബിൻസ്, അടുത്ത സെഷനിൽ ഇവിടെ ഇംഗ്ലീഷ് കാരിയർ ബേർഡ്സ് ഉണ്ട്. വി വിൽ ഹാവ് എ ലുക്ക് ഓൺ ദി കാരിയർ ബേർഡ്സ്.
ഇവിടെ ഫാൻ ടൈൽസൊക്കെ ഇത് പെയറാണ് കേട്ടോ. ഇതും ഈ കാണുന്ന ബേർഡും പെയറാണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആൽമണ്ടും സാഡിൽ നിന്ന് ഇറങ്ങിയ കുട്ടിയാണ്. ഒന്നും അതും ഒന്നിതും. ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഇവരുടെ കുട്ടിയാണ് കേട്ടോ. പോയി അവിടെ അപ്പുറത്തേക്ക്. പിന്നെ ഇവിടെ കാണുന്നത് ഇംഗ്ലീഷ് കാരിയറാണ്. ഇംഗ്ലീഷ് കാരിയറിൻ്റെ ഒരു ലോഫ്റ്റാണ്. ഇതെല്ലാം യങ് ബേർഡ്സ് ആണ് കേട്ടോ. യങ് ബേർഡ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ബൊക്കാറോ, ഫാൻ ടൈൽസ്. ഇത് ഈ ഫാൻ ടൈലിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ആളടുത്ത് തന്നെ നമ്മൾ ചോദിച്ചിട്ട് പറയാം. പിന്നെ ഉള്ളിൽ തന്നെ അകത്തും ലോഫ്റ്റ് ബേർഡ്സിനെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇതിനകത്തിപ്പം മിക്സഡ്. ഇപ്പം ബ്രീഡിങ് ടൈം അല്ല, മോൾട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും മാറ്റിയിട്ടേക്കാണ്. ഷോയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റാവും. ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക്. ആ സമയത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഷോയ്ക്ക് പ്രിപ്പയർ ചെയ്ത ബേർഡ്സിനെയും എല്ലാം നമുക്കിവിടെ തന്നെ കാണാൻ പറ്റും. ഇതും ആൾ തന്നെ ഉണ്ടാക്കിയൊരു സ്പേസാണിത് കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള ചെയർസ്, ടേബിൾ എല്ലാം അദ്ദേഹം തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് അദ്ദേഹത്തിന് അച്ചീവ്മെൻറ്റ്സൊക്കെ, അതായത് ഷോയുടെ കോമ്പറ്റീഷൻ വിൻ ചെയ്ത മെഡൽസ് കാര്യങ്ങളൊക്കെ. ക്യാൻ വി ഹാവ് എ ലുക്ക് ഓൺ യുവർ അച്ചീവ്മെൻറ്റ്സ്? സോ ആൾ നമ്മളെ അതൊക്കെ കാണിച്ചു തരും കേട്ടോ. ഇത് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മുതൽ ഫസ്റ്റ് 2016 മുതലുള്ള വിന്നിങ് മൊമെൻറ്റോസും എല്ലാം അവിടെയുണ്ട്. ഇതെല്ലാം ലോങ് ഫേസ് ക്ലീൻ ലെഗിൻ്റെതും, റിസർവ് ചാമ്പ്യൻ, ലോങ് ഫേസ് ടംബ്ലർ, long face tumbler, second reserve champion, champion birds, champion long face tumbler, champion bird. I hope you can fill all this area with these things. You can fill this for sure. That's from India. ഇത് യുണൈറ്റഡ് പീജൻ ക്ലബിൻ്റെ മൊമെൻ്റോ ആണ്. അതും UPCയുടെ തന്നെയാണ്. ഇതൊക്കെ വേറെ സ്പെഷ്യൽ. ഇതെല്ലാം ആൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയേക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. We will go, sure, definitely. You're just preparing, keeping it one by one. Yeah? This also you made or this one you bought? No. This BFI, okay. This BFI means the Oman Association. For Oman Association, right? Okay, fine. ഓക്കെ, അടുത്തത് അവിടെ കാണുന്ന ഒരു ലോഫ്റ്റാണ്. ഇതൊക്കെ ആൾ സ്വന്തമായിട്ട് പണിതേക്കുന്ന ലോഫ്റ്റുകളാണ് കേട്ടോ. My cycle. സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, which are these breeds actually? That's Vienna white side. Vienna white side. Okay, all are same white side birds. Okay, ഇതിനകത്തെല്ലാം ഫുൾ വിയന്ന വൈറ്റ് സൈഡ് മാത്രമാണ് നടക്കുന്നത്. This is your first loft or No. I show you my first. ആളുടെ ചെറുപ്പം മുതൽ തന്നെ ആൾ ഉണ്ടാക്കിയേക്കുന്ന ലോഫ്റ്റുകളാണ് ഇതെല്ലാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പഴയ ലോഫ്റ്റ്, അദ്ദേഹം തുടങ്ങിയ ലോഫ്റ്റും
ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ട് ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയും അറിയാം. This is Iraqian Templar. ഇറാഖ്യൻ ടംബ്ലർ. Yeah. ഇറാഖ്യൻ ടംബ്ലർ എന്ന് പറഞ്ഞ ബേർഡാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലോഫ്റ്റും അദ്ദേഹം അതുപോലെ തന്നെ ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നതാണ്. This one from 2007. Oh, 2007. Yes. Before that one is open, but the cat is coming jump inside. പൂച്ച അത് തുറന്നു വെച്ചിരിക്കുന്നുണ്ട്. പൂച്ച കയറിയിട്ട് അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നല്ല ഫ്രഷ് ഡേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ ആളുടെ വീടിൻ്റെ സ്ഥലമാണ് ഈ കാണുന്ന മൊത്തം. ഇവിടെ നിന്നൊക്കെ എടുത്തേക്കുന്ന ഡേറ്റ്സാണ്. പല കാറ്റഗറി ആയിട്ടുണ്ട്. പഴുത്തതും പഴുക്കാത്തതും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് മൊത്തം ഡൗസാണ്. ഡൗസിന് വേണ്ടി മാത്രം ഒരു നല്ലൊരു പ്ലസൻ്റ് ഇതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഒരു സാഹചര്യമാണ്, മരങ്ങളും എല്ലാം കൊണ്ട്. Okay, Saif, thank you so much for spending your valuable time with us. You are welcome. To showcase the birds. People are very eager to see good quality birds. Of course, we can get birds, but the quality birds is very difficult to get and people to know about the quality birds. So, yeah, thank you so much. You are welcome. And like I told you, Phil is your home. Anytime you can come, visit. Yes, definitely. As I say to Abdullah, I will keep disturbing you. No problem. At the end, you will tell, don't come here. No. You are welcome. And thank you for. Yeah, thank you so much for this, and hope to see you again, sir. Inshallah. All right, thank you so much. Thank you. Yeah.